നേതാജി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തെ SIR ഹിയറിംഗിനായി വിളിക്കുമായിരുന്നുവെന്ന് മമതാ ബാനർജി. അല്ലെങ്കിൽ യുക്തിസഹജമായ പൊരുത്തക്കേടുകൾ എന്ന പേരിൽ അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടുകയോ ചെയ്യുമായിരുന്നുവെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു. ഗൂഢാലോചന ആരോപിച്ച് ബംഗാളിലെ മൊത്തം 7.66 കോടി വോട്ടർ പട്ടികയിൽ നിന്ന് 2 കോടി പേരുകൾ ഇല്ലാതാകുമെന്നും അവർ തുറന്നടിച്ചു. കൊൽക്കത്തയിൽ നടന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷികത്തിൽ സംസാരിച്ച ബാനർജി ഇതിനകം തന്നെ 58 ലക്ഷം പേരുകൾ ഏകപക്ഷീയമായ രീതിയിൽ നീക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിനകം തന്നെ 58 ലക്ഷം പേരുകൾ ഏകപക്ഷീയമായ രീതിയിൽ ഇല്ലാതാക്കിയിട്ടുണ്ട്. കൂടാതെ 1.38 കോടി ആളുകളുടെ പേരുകൾ യുക്തിസഹമായ പൊരുത്തക്കേടുകൾ പ്രകാരം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് മൊത്തം 7 കോടി വോട്ടർമാരിൽ നിന്ന് 2 കോടി വോട്ടർമാരാണ്. ഇത് എന്ത് തരത്തിലുള്ള ഗൂഢാലോചനയാണ്? വാദം കേൾക്കാനായി വിളിപ്പിക്കപ്പെട്ട നേതാജിയുടെ ബന്ധുവായ ചന്ദ്രകുമാർ ബോസ് വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയോടൊപ്പം വേദിയിൽ ഉണ്ടായിരുന്നു.